എക്സ്ക്യൂസ് മീ, ഇങ്ങോട്ട് വന്ന്. നീ എന്തെന്റെ ഫേസ് ആക്കിയത്? എത്രയ്ക്കോ വന്നത്? അപ്പൊ എന്റെ ഫേസ് എങ്ങനെയാണ് ഇത്ര ഗ്ലോ ആയതെന്ന് അറിയണ്ടേ? സമ്മറൊക്കെ ആയത് കൊണ്ട് തന്നെ ഫേസിൽ ടാൻ ഒക്കെ അടിച്ച് സ്കിന്നൊക്കെ ചത്ത് കിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സെൽഫ് കെയർ ആവാമെന്ന്. അതിനായിട്ട് ഞാൻ ചൂസ് ചെയ്തത് മിഷാസ് ബ്യൂട്ടി ലോഞ്ച് ആണ്. വൈ ഐ ചൂസ് മിഷാസ് ബ്യൂട്ടി ലോഞ്ച് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ആൻസറേ ഉള്ളൂ. കാസർഗോഡ് തന്നെ ഇപ്പൊ മോസ്റ്റ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സലൂൺ ആണ് മിഷാസ് ബ്യൂട്ടി ലോഞ്ച് എന്ന് വെച്ചെങ്കിൽ. പിന്നെ പോരാത്തതിന് ഈ ഒരു സലൂണിനെ കുറിച്ചിട്ടുള്ള മോസ്റ്റ് റിവ്യൂസ് കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു സലൂണിൽ ചൂസ് ചെയ്തത്. ആൻഡ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇവരുടെ കസ്റ്റമർ സർവീസും പിന്നെ ഇവർ യൂസ് ചെയ്യുന്നുള്ള ഹൈലി ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റും കൂടിയാണ് ഇവർ എല്ലാ ട്രീറ്റ്മെന്റും ചൂസ് ചെയ്യുന്നുള്ളത്. ഇനി ഞാൻ വന്നത് ഹെയർ സ്പാവും പിന്നെ അതേപോലെ തന്നെ ഹെയർ കട്ടിങ്ങും ചെയ്യാനായിട്ടാണ്. പിന്നെ കൂടാതെ ഞാൻ ആ ഒരു സമയത്ത് തന്നെ ഗോൾഡ് ഫേഷ്യലും കൂടി ചെയ്ത് ഉമ്മാക്ക് ഞാൻ മെനിക്യൂറാണ് പെഡിക്യൂറാണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ ഈ ഒരു സമയത്താണ് നമ്മളെ കണ്ണൂർ സിനത്തിന് എനിക്ക് കാണാൻ പറ്റിയത്. ആളുടെ പാട്ടൊക്കെ ഞാൻ കേൾക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ എനിക്ക് ആളെ കണ്ടതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ആൻഡ് ഞാൻ ഇവിടുന്ന് ചൂസ് ചെയ്ത ഓരോ ട്രീറ്റ്മെന്റ് കാര്യത്തിൽ ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അവർ അത്രക്കും നല്ലതായിട്ടായിരുന്നു എന്നെ ട്രീറ്റ് ചെയ്തത്. അപ്പൊ ബ്രൈഡൊക്കെ ആവാൻ പോകുന്ന ആൾക്കാർ നല്ലൊരു പാർലർ നോക്കി നടക്കുകയാണെങ്കിൽ നേരെ വന്നു മിഷാസ് ബ്യൂട്ടി ലോഞ്ചിലേക്ക്. കാരണം അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു പാർലറിന്റെ ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ന്യൂ ബസ് സ്റ്റാൻഡ് മാൾ ഓഫ് കാസർഗോഡിന്റെ നേരെ സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ്.